ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു വീഡിയോൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം എങ്ങനെ ബ്ലർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ക്ലിപ്പ് നമ്മുടെ ടൈംലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് വേണ്ട ഒരു പോയിന്റ് നോക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഒമിനി വാൻ ഇതിൽ കൂടെ പോകുന്നുണ്ട് അല്ലേ, അതിനെ ഒന്ന് ബ്ലർ ചെയ്യാൻ നമ്മുടെ ക്ലിപ്പിന് വേണ്ട അത്രയും പൊസിഷൻ വെച്ച് ഞാൻ ട്രിം ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ശേഷം കളർ ടാബിലേക്ക് വരിക. കളർ ടാബിലേക്ക് വന്നതിന് ശേഷം ഈ വിൻഡോ എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, സർക്കിൾ, സ്ക്വയർ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാച്ച് ചെയ്യുന്നത് ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഈ ഒരു വർക്കിൽ അതേ ഷേപ്പിൽ നമുക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെൻ ടൂളും കാണുന്നുണ്ട്. സോ ഞാൻ തൽക്കാലം ഒരു ട്രയാങ്കിൾ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് ആ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനെ ഇതിൻ്റെ ഒരു സെൻറ്റർ ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ രണ്ട് ഡോട്ട് കാണുന്നുണ്ട്, ഒരു ബ്ലൂ ഡോട്ടും കാണുന്നുണ്ട്, ഒരു പിങ്ക് ഡോട്ടും കാണുന്നുണ്ട്. ഈ പിങ്ക് ഡോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൻ്റെ, അതായത് ഈ ഒരു റൈറ്റ് സൈഡിൻ്റെ സ്പ്രെഡ്, അതായത് ബ്ലറിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നീല ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നീല ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നമുക്കിവിടെ നമുക്കിതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഈ സബ്ജക്റ്റിന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ, അതായത് ട്രാക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കാണ് ട്രാക്ക് ചെയ്യേണ്ടതെങ്കിൽ ട്രാക്ക് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ, ബാക്കോട്ടാണ് ട്രാക്ക് ചെയ്യേണ്ടതെങ്കിൽ ട്രാക്ക് റിവേഴ്സ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കൊടുക്കാം. സോ നമ്മുടെ ഈ ഒമിനി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ട്രാക്ക് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഈ രണ്ട് ഓപ്ഷനും കൂടെ ഒന്നിച്ചാണ് കൊടുക്കുന്നത്. സോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ആ ഒരു ഒമിനി പോയൊരു പാത്തും അതേപോലെ തിരിച്ചു വന്ന പാത്തും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലർ അപ്ലൈ ചെയ്യാം. ഇതിപ്പം ട്രാക്ക് ആയിട്ടുണ്ട്. ഈ ബ്ലർ അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ടൂൾ ഉണ്ടോ, അതായത് ബ്ലർ എന്ന് പറഞ്ഞ ടൂൾ. ഈ ഒരു ടൂളിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലൈഡർ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ലൈഡർ മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബ്ലർ ആവുകയും താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഷാർപ്പ് ആവുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ട ഒരു ബ്ലർനെസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ബ്ലറാക്കി. നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനകത്ത് തിരിച്ച് ടൈം ലൈനിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കിയാൽ ഞാൻ മനസ്സിലാവും നമ്മുടെ ഒമിനി വരുന്ന ആ ഒരു പോയിന്റിൽ ഇവിടെ ബ്ലറാണ്. സ്ലോലി മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ബ്ലർനെസ് അതിൻ്റെ കൂടെ മൂവ് ആയി പോകുന്നുണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.